ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു മുതിര വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ മുതിര നമ്മുടെ മക്കളൊന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്തുന്നത്. മുതിര വിളയിച്ചത്. മുതിര നല്ലൊരു എന്താ പറയുക, തടിക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലൊരു വിഭവമാണ് മുതിര. തണുപ്പ് കാലങ്ങളിലും ഈ പ്രായമായിരിക്കും വേദന ഉണ്ടാകണം, മുട്ടുവേദന, ഒരു വേദനയൊക്കെ ഉണ്ടാകണം, ഇനി മുതിര കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ അവർ പിന്നെ ഉപ്പേരി വെച്ചൊക്കെ കഴിക്കും. പക്ഷെ മക്കളത് കഴിക്കില്ല. എൻ്റെ മക്കൾ കഴിക്കില്ല മുതിര ഉപ്പേരി വെച്ചാലും പിന്നെ കറി വെച്ചാലും. പക്ഷേ ഈ മുതിര ഇതേപോലെ വിളയിച്ച് കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി. അവർ നല്ലോണം കഴിച്ചു. അവർക്ക് അതൊന്നും തികഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു കപ്പ് പിന്നെ മുതിരയാണ് എടുത്തിട്ടുള്ളത്. ആ മുതിര ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചത്, അതിന് നിറച്ച് ഒഴിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചൊരു മണിക്കൂർ മുതിര പൊതിരാൻ വേണ്ടി വെക്കുക. പൊതിർത്തിയ മുതിര പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് ഇങ്ങനെ പൊതിർത്തുന്നത്. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചു. ഒരു 10 മണിയാകുമ്പോൾ, ഒരു 3 മണിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഈ മുതിരയിൽ കല്ല് ഉണ്ടാവും. അത് പിന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് അരിച്ച് ഇങ്ങനെ ഉരുളിച്ചട്ടിയിൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാക്കി എടുക്കണം. മണലും കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ അരിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ വെക്കുമ്പോൾ മണൽ കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ശരിക്കും അരിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയത് കല്ലാണത്. ചിലതിൽ നന്നായിട്ട് മണലുണ്ടാവും. അപ്പോൾ അങ്ങനെ അരിക്കാതെ ഒന്നും എടുക്കരുത്. ഞാനൊരു കുക്കറിൽ വെച്ചിട്ട് അതിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കുതിർത്തി വെച്ച മുതിര കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിലടിച്ചാൽ മതി. അപ്പം തന്നെ നന്നായിട്ട് വേവും. കുതിർത്തിയതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. കുതിർത്താതെ ആയാൽ കുറേ ടൈം വിസിലടിക്കേണ്ടി വരും. ഞാനൊരു 4 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുണ്ട്, വെല്ലം. ഇത് മതി. ഇതിനെ ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പോൾ മുതിര ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇതാ നന്നായിട്ട് പിന്നെ ഉടയൊന്നും വേണ്ട. ഇതാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ പാകം. നല്ല കണ്ടാൽ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിന് ശർക്കര ഉരുക്കി പിന്നെ പാനിയാക്കിയതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു തേങ്ങയാണ് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളും ചിരവിയിട്ട് അതും ആ ശർക്കര പാനിയിലേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. അത് പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും. വറ്റിച്ച് നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര വെള്ളമൊക്കെ തേങ്ങൻ്റെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഏലക്കായ് പൊടിച്ചതാണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കുക. ഞാനൊരു 4-5 ഏലക്കായ് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. ശർക്കരയും തേങ്ങയൊക്കെ ഇളക്കി വെള്ളം വറ്റിച്ച് വെച്ചതിലേക്ക് മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കുക. അപ്പോൾ മുതിര വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മക്കൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതുമാണ്. അവർ കഴിക്കുകയും ചെയ്യും, പിന്നെ മുതിര വയറ്റിലാകും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് കാണാം. താങ്ക് യു.